Hi children, welcome to our class. Today we are starting new chapter, chapter 4, simple equations. Okay, we have studied this chapter in the last year. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? So we can study in detail. So we can see x plus 4. അപ്പോൾ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാവും. അതിനോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവാം. അതായത് എക്സ് ഒരു അൺനോൺ വാല്യൂ ആണ്, അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ, കഴിഞ്ഞ വർഷം നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. സോ എക്സ് പ്ലസ് 4 ദാറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ. അതായത് 4 ആഡഡ് ടു എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പറിനോട് 4 ആഡ് ചെയ്യുക, അതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എൻ എക്സ്പ്രഷൻ 4 ആഡഡ് ടു എക്സ്. ഓക്കെ, ദിസ് ഈസ് എൻ എക്സ്പ്രഷൻ ബട്ട് എക്സ് ഇസ് അൺനോൺ ടു അസ്. എക്സ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. Okay, when we are putting an equal and we are writing it as 6, x plus 4 is equal to 6 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്രഷൻ്റെ കൂടെ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ വി ആർ കോളിംഗ് ദിസ് ആൻ ഇക്വേഷൻ. സോ എക്സ് പ്ലസ് 4 is equal to 6, that is an ഇക്വേഷൻ. എക്സ് പ്ലസ് 4 മാത്രമാണെങ്കിൽ അതിനൊരു എക്സ്പ്രഷൻ എന്ന് പറയും. ഈക്വൽ ടു സം വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ വി ആർ കോളിംഗ് ഇറ്റ് ആസ് equation. Okay, and equation consists of two parts. The part which is on the left side of equal to, that is called LHS, that is left hand side, and the part which is on the right side of the equal to, that is called RHS, that is right hand side. So we have discussed x plus 4, that is an expression, and when it is written as equal to some number we are writing it as equation, and the equation consists of two parts. Equal to the left ഉള്ളത് LHS or left hand side, and equal to the right ഉള്ളത് RHS or right hand side. Now we can study how to write expressions. So 4 added to x, how we can write the expression? Added means plus, so we can write 4 added to x. X is the unknown number. It can be x, y, z, p, q, r, s, എങ്ങനെ വേണമെങ്കിലും പറയാം. 4 added to x means 4 added to x. So we are putting the sign plus in between 4 and x. So added to means plus, you know that. 4 added to x means 4 plus x. അപ്പോൾ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും 6 added to y means 6 plus y. X added to 25 means x plus 25. Okay, so this is the way to write the expression of addition. Now 5 subtracted from y. 5 subtracted means minus. ഫ്രം വൈ ആണ്, അപ്പോൾ ഫ്രം വൈ ആണ് ആദ്യം എഴുതുന്നത്. ഏത് നമ്പറാണോ ഫ്രം അതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. സോ വൈ മൈനസ് 5. വൈ ഈസ് ആൻ അൺനോൺ നമ്പർ. ദെൻ പ്രോഡക്റ്റ് ഓഫ് 3 ആൻഡ് സെഡ്. സെഡ് ആണ് ഇട്ടത്. പ്രോഡക്റ്റ് ഓഫ് 3 ആൻഡ് സെഡ്. പ്രോഡക്റ്റ് മീൻസ് മൾട്ടിപ്ലൈയിങ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ 3 മൾട്ടിപ്ലിക്കേഷൻ സെഡ്. അപ്പോൾ ഇൻറ്റു സെഡ് എന്ന് എഴുതണ്ട, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3 സെഡ്. ഇൻറ്റു എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. 3 സെഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എന്നർത്ഥം. ഇപ്പോൾ 2x ആണെങ്കിൽ 2 ഇൻറ്റു എക്സ്, 5 വൈ ആണെങ്കിൽ 5 ഇൻറ്റു വൈ. അപ്പോൾ ഇൻറ്റു എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ എഴുതേണ്ട കാര്യമില്ല. ദെൻ ഓൾവേസ് റിമെമ്പർ ടു റൈറ്റ് ദ സ്മോൾ ഡിജിറ്റ് നമ്പേഴ്സ്. എക്സ് ഒക്കെ സ്മോൾ ഡിജിറ്റ് എഴുതണം, അതല്ലെങ്കിൽ എക്സ് ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ കേട്ടോ, സോറി, എക്സ് ഒക്കെ സ്മോൾ ലെറ്റേഴ്സ് എഴുതണം. എക്സ് ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ആണെന്ന് സംശയിക്കും. സോ ഓൾവേസ് റൈറ്റ് സ്മോൾ ലെറ്റേഴ്സ്. ഇപ്പോൾ പ്രോഡക്റ്റിന് എന്ത് വേണ്ട, ഇൻറ്റു എന്ന് കറക്റ്റായിട്ട് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഇതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ, ഇതാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുക. ദെൻ 3 ടൈംസ് എക്സ് എന്ന് പറഞ്ഞാലും മൾട്ടിപ്ലൈ ആണ് അർത്ഥം. 3 ടൈംസ് എക്സ് എന്ന് പറയുമ്പോൾ 3 ഇരട്ടി എക്സ്, ദാറ്റ് ഈസ് 3x. അതായത് 3 ഇൻറ്റു എക്സ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം 3 ഇൻറ്റു എക്സ് ആണെന്ന്. ഓക്കെ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് 3 മൾട്ടിപ്ലൈയിങ് എക്സ്. ദെൻ ട്വൈസ് വൈ. ട്വൈസ് എന്ന് പറയുമ്പോൾ ഇരട്ടി. ഇരട്ടിയാണെങ്കിലും ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. സോ 2y. അപ്പോൾ മൾട്ടിപ്ലിക്കേഷന് തന്നെ പല ടേംസ് വരുന്നുണ്ട്.
Okay, that is product of 3 and z, that is multiplication. 3 times x എന്ന് പറഞ്ഞാൽ 3x, twice y എന്ന് പറഞ്ഞാൽ 2y. Then subtractedന് ഒരു ടേമും കൂടി വരുന്നുണ്ട്, take away. Okay, if you are asking the question 5 take away from y, we should write it as y എന്ന് 5 take away പോകുന്നു, അതായത് മൈനസ് തന്നെ എഴുതാം. സോ ദീസ് ആർ ആൻഡ് y divided by 5 എങ്ങനെ എഴുതാം? ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതും, y divided by 5. സോ ദീസ് ആർ ദ ബേസിക് മെത്തേഡ്സ് ടു റൈറ്റ് ദ എക്സ്പ്രഷൻസ്. ആഡഡ് എന്ന് പറയുമ്പോൾ പ്ലസ് എഴുതാം, സബ്ട്രാക്റ്റഡ് ഓർ ടേക്ക് അവേ എന്ന് പറയുമ്പോൾ മൈനസ് എഴുതാം, പ്രോഡക്റ്റ് ടൈംസ് ട്വൈസ് എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റു നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട 3x എന്ന് പറഞ്ഞാൽ 3 into x ആണെന്ന് മനസ്സിലാക്കുക. y divided by 5 is y by 5. We can do, you can do the homework in the notebook, exercise 4.1. This you can do in the textbook itself. Okay, we are seeing whether this equation is correct for value of x. അതായത് ഈ ഇക്വേഷൻ എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. So what is the equation? X plus 3 equal to 0. We are putting x equal to 3 here. ഈ എക്സിന് പകരം നമ്മൾ 3 ഇടുകയാണ്. That is 3 plus 3 equal to 3 plus 3 6 ആണ് അല്ലേ? അപ്പോൾ 6 equal to 0 ശരിയല്ലല്ലോ? യെസ്, മനസ്സിലായോ? അതായത് എക്സിൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ടു, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 3. ദെൻ 3 + 3 ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 6. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈക്വൽ ടു 0 ആണെന്നാണ്. അപ്പോൾ 6 equal to 0 അല്ല. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോ എന്ന് എഴുതാം. യെസ്, now I will explain one more, that is x equal to 0. അപ്പോൾ ഈ എക്സിൽ നമ്മൾ 0 കൊടുത്തു. 0 plus 3 is 3. 3 equal to 0 ആണോ? അല്ല. സോ ദിസ് ഈസ് ഓൾസോ നോ. നെക്സ്റ്റ് x plus 3 equal to 0, x minus 3 ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സിന് പകരം നമ്മൾ -3 പുട്ട് ചെയ്തു, അതായത് x equal to -3. അപ്പോൾ ഇക്വേഷൻ എന്താവും? -3 + 3. ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും സെയിം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ ഇവിടെ 0, ദിസ് ഈസ് ഓൾസോ 0. സോ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ്. യു ക്യാൻ പുട്ട് എക്സ്. ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞുതരാം, അതനുസരിച്ച് നിങ്ങൾ ബാക്കിയെല്ലാം ചെയ്യണം. അതായത് x - 7 equal to 1, വി ആർ പുട്ടിങ് x equal to 7. അപ്പോൾ എക്സിൻ്റെ അവിടെ 7 ഇട്ട് കഴിഞ്ഞാൽ 7 - 7 ഈസ് 0. പക്ഷേ ഇവിടെ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് നോ, ദ ഇക്വേഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇത് മനക്കണക്ക് ചെയ്താൽ മതി, നോട്ടിലൊന്നും ചെയ്യേണ്ട, നമ്മൾ മനസ്സിലെടുത്ത് ചെയ്താൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഓൺവേർഡ്സ് യു ഷുഡ് ഡു ഇൻ ദ notebook. Second question, check whether the value given in the brackets is a solution to the given equation or not. First question is n plus 5 equal to 19. n plus 5 is equal to 19. We are giving n equal to 1. അപ്പോൾ നമ്മൾ ഈ n 1 ആയിട്ടുള്ള വാല്യൂ ഇവിടെ എഴുതാം. Put n is equal to 1 in the equation. So the equation becomes 1 plus 5. 1 plus 5 എത്രയാണ്? 6. ഇവിടെ തന്നിരിക്കുന്നത് 19 ആണ്. ഇവിടെ RHS തന്നിരിക്കുന്നത് 19. ഇത് ഈക്വൽ ആണോ? നോ, ദിസ് ഈസ് നോട്ട് ഈക്വൽ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. n is equal to 1 ഈസ് നോട്ട് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കറക്റ്റ് വാല്യൂ LHSലും RHSലും കറക്റ്റ് വാല്യൂ കിട്ടിയാലാണ് അത് സൊല്യൂഷൻ ആവുക. ഇവിടെ LHS കിട്ടിയിരിക്കുന്നത് 6ഉം RHS കിട്ടിയിരിക്കുന്നത് 19ഉമാണ്. അപ്പോൾ നമ്മൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ ഇടുമ്പോൾ നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടണം, അപ്പോഴാണ് സൊല്യൂഷൻ എന്ന് പറയാം. സോ ഹിയർ n is equal to 1 is not the solution. I'll explain once more, that is 7n plus 5 is equal to 19, n is equal to -2. ഇവിടെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും വരാം, പോസിറ്റീവ് നമ്പർ മാത്രമല്ല നെഗറ്റീവ് നമ്പേഴ്സും ഇതിൽ വരാം. സോ വി ക്യാൻ റൈറ്റ് 7 ഇൻറ്റു -2, n -2 ആണ്, പ്ലസ് 5. 7 ഇൻറ്റു 2 14. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെസിമൽസ് നോട്ട് നെഗറ്റീവ് നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റിജേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. 7 ഇൻറ്റു -2 ഈസ് -14 പ്ലസ് 5. ഇത് ചെയ്യുമ്പോൾ when we are adding two different signs, രണ്ട് ഡിഫറെൻറ്റ് സൈൻസ് ഉള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടും. 14 - 5 ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. ആൻഡ് വി ആർ പുട്ടിങ് ദ സൈൻ -9.
ഓക്കെ. അപ്പോൾ ഇവിടെ LHS ഈ ഭാഗം നമുക്ക് -9 കിട്ടും. ഇപ്പുറത്ത് എന്താണ് തന്നിരിക്കുന്നത്? 19. ഇത് ഈക്വൽ ആണോ? -9 ഈക്വൽ ടു 19 ആണോ? -9 നോട്ട് ഈക്വൽ ടു 19 ആണോ? നോട്ട് ഈക്വൽ ടു 19. സോ n is equal to -2 is not the solution. Okay. I think you understand this. One more I will show you. 7n plus 5 is equal to 19. n is equal to 2. ഇവിടെ -2 ആയിരുന്നു, ഇവിടെ 2 ആണ്. So we are putting n equal to 2. That is 7 into 2 plus 5. 7 into 2 is 14 plus 5. 14 plus 5 is 19. ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? 19. ഈക്വൽ ആണോ? യെസ്, ഈക്വൽ. ഈക്വൽ ആവുമ്പോൾ n is equal to 2 is the solution. Okay. So we can say a number is a solution if both LHS and RHS are equal. So you can do this in your notebook. ഇതുപോലെ സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ട് എഴുതാം, മനസ്സിലാക്കി എഴുതാം. Then so ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. The second question also you have to do, and third question, solve the following equations by trial and error method. And what is trial and error method? We are putting the value of p as 0, 1, 2, 3 എന്നൊക്കെ കൊടുക്കണം. അപ്പോൾ എക്സ് ആണോ വൈ ആണോ സെഡ് ആണോ പി ആണോ അതിന് നമ്മൾ 0, 1, 2 ഒക്കെ കൊടുത്തിട്ട് ഏത് ഇക്വേഷനാണ് സൊല്യൂഷൻ, ഏത് നമ്പർ ഇട്ടാലാണ് കറക്റ്റ് ആൻസർ കിട്ടാമെന്നാണ് ചോദിക്കുന്നത്. നമുക്കിത് ചെയ്ത് നോക്കാം. 5p + 2 is equal to 17. 5p + 2 is equal to 17. അപ്പോൾ നമുക്കിവിടെ പിക്ക് എന്ത് വാല്യൂ കൊടുത്താലാണ് 17 കിട്ടാമെന്നാണ് നോക്കുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് വൺ ഈസ് പുട്ട് p is equal to 0. 0 കൊടുത്തു കഴിഞ്ഞാൽ 5 into 0 plus 2. 5 into 0 എന്ന് പറയുമ്പോൾ 0 plus 2. We are getting the answer as 2. 2 not equal to 17. അല്ലേ? 17 ആയില്ല. So 0 is not a solution. So we can write p equal to 0 is not a solution. Now put p equal to 1. Put p equal to 1. We are writing 5 into 1 plus 2. 5 into 1 is 5 plus 2. 5 plus 2 is 7. 7 not equal to 17. 17 എവിടെ നിന്നാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് RHS. അപ്പോൾ ഈക്വൽ അല്ല. ദാറ്റ് ഈസ് p equal to 1 ഈസ് നോട്ട് എ സൊല്യൂഷൻ. ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒരു തവണയല്ല 2, 3 തവണയൊക്കെ കണ്ട് ഈ സ്റ്റെപ്സൊക്കെ പഠിച്ച് അതുപോലെ നോട്ടിൽ ചെയ്യണം. നെക്സ്റ്റ് ഈസ് പുട്ട് p is equal to 2. 5 into 2 plus 2. 5 into 2 is 10. 10 plus 2, 12 not equal to 17. So p is equal to 2 is not a solution. Okay. നമ്മളിവിടെ p equal to 0 കൊടുത്തു, p equal to 1 കൊടുത്തു, p equal to 2 കൊടുത്തു. നെക്സ്റ്റ് we are putting p is equal to 3. അപ്പോൾ എന്താ കിട്ടുക? 5 into 3 plus 2. 5 into 3 is 15 plus 2. 15 plus 2 is 17. So RHS എന്താണ്? 17. ഈക്വലായി അല്ലേ? അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? യെസ്, p is equal to 3 is the solution. So this is a trial and error method. We are putting many values to the variable and finding the correct one. അതായത് 0 തൊട്ട് 0, 1, 2, 3. അപ്പോൾ ഈ ഇക്വേഷൻ ആയതുകൊണ്ടാണ് p equal to 3ൽ കിട്ടിയത്. വേറെ ഇക്വേഷൻ ആണെങ്കിൽ ചിലപ്പോൾ p equal to 4 ആൻസർ ആയിട്ട് വരാം, x equal to 5 ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കറക്റ്റ് LHSും RHSും കറക്റ്റ് ആവണ വരെ നിങ്ങൾ ഇതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഓക്കെ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്. യു കോപ്പി ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക് ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോട്ടിൽ എഴുതാം കേട്ടോ. ദെൻ യു ക്യാൻ ഡു ദറ്റ് സെക്കൻഡ് വൺ ഓൾസോ. ഓക്കെ. ക്യാൻ യു സീ 3m - 14 equal to 4. അപ്പോൾ എമ്മിന് 0 തൊട്ട് 1, 2, 3, 4 അങ്ങനെ വാല്യൂസ് ഇടുക. -14 ചെയ്യുക. 4 കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ. യെസ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു ക്യാൻ ഡു ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. അല്ല, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ളൂ.
നോക്കിയേ, സം ഓഫ് ദ നമ്പേഴ്സ് എക്സ് ആൻഡ് 4 ഈസ് 9. സമ്മാണ്. സം എന്ന് പറഞ്ഞാൽ പ്ലസ്. സോ എക്സ് പ്ലസ് 4 ഈസ് 9. ഈസ് 9 എന്ന് പറയുന്നത് ഈക്വൽ ടു 9 എന്ന് കൊടുക്കാം. സോ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് എക്സ് പ്ലസ് 4 ഈക്വൽ ടു 9. ദെൻ 2 സബ്ട്രാക്റ്റഡ് ഫ്രം y ഈസ് 8. അതായത് y മൈനസ് 2 ഈസ് ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നോട്ടിൽ എഴുതാം. നോട്ടിൽ എഴുതിയാൽ മതി എന്നാൽ. യു ക്യാൻ റൈറ്റ് ഇൻ ദ നോട്ട് ബുക്ക്. യു റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് പുട്ട് ദ ഇക്വേഷൻ. ഓക്കെ, so all of you please remember the homeworks. This is the first one to be written in the textbook. Remaining 2, 3, 4 you can write in the notebook. You watch the video again and again. ഒരു പ്രാവശ്യം കണ്ടിട്ട് നിർത്തരുത്, വീണ്ടും വീണ്ടും കാണുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. You understand it and write the homework. Okay, so thank you. Do the homework within 1 or 2 days.